ആദായ നികുതി ഇളവ് 12 ലക്ഷം വരെയാക്കി. അതായത് മാസം 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവർ പോലും നികുതി അടയ്ക്കേണ്ടതില്ല. തുടങ്ങി മിഡിൽ ക്ലാസ്സിന് സഹായകമാവുന്ന ഒട്ടനവധി മാറ്റങ്ങളാണ് ഇത്തവണത്തെ ബജറ്റിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഈ നികുതിയിലെ മാറ്റങ്ങളൊന്നും തന്നെ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സുകാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നില്ല. നമ്മൾ സ്വരൂപിക്കുന്ന പണം അധികവും ചിലവായി പോകുന്നത് കുടുംബത്തിലുള്ളവരുടെ സാമ്പത്തിക സുരക്ഷയുടെ കാര്യം പരിഗണിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പണം എവിടെയെങ്കിലും നിക്ഷേപിക്കുകയോ സേവ് ചെയ്യുന്നതിനോ മുൻപേ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ടേം ഇൻഷുറൻസ് ആണെങ്കിലും വിവിധ കമ്പനികളെ താരതമ്യം ചെയ്തുകൊണ്ട് നിർബന്ധമായി എടുത്തു വെക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങളോ സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മുഴുവനായും തകർന്നു പോകും. അത്തരത്തിൽ ഹെൽത്തും ടേം ഇൻഷുറൻസുകളെയും താരതമ്യം ചെയ്തുകൊണ്ട് എടുക്കാനുള്ള ലിങ്ക് നമ്മുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിന് 25% വരെയും ടേം ഇൻഷുറൻസിന് 15% വരെയും ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കാണത്. 430 രൂപയ്ക്ക് 1 കോടി വരെ കവറേജ് ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളും 695 രൂപയ്ക്ക് 2 കോടി വരെ കവറേജ് ലഭ്യമാകുന്ന ടേം ഇൻഷുറൻസുകളും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ 30 മിനിറ്റുള്ള ക്ലെയിം സപ്പോർട്ടും നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു റിലേഷൻഷിപ്പ് മാനേജറും ഓൺലൈനായി ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ ലഭിക്കും. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ ആദ്യപടി ടേമും ഹെൽത്ത് ഇൻഷുറൻസും തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് ഇപ്പോൾ തന്നെ എടുക്കൂ.